നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് കേന്ദ്ര ബജറ്റ് ദിവസമായിരുന്നു. പ്രതിപക്ഷത്തിന്റെ ബഹളത്തോടെയാണ് ബജറ്റ് അവതരണം ഇന്ന് തുടങ്ങിയത്. പാർലമെന്റിൽ കനത്ത പ്രതിപക്ഷ പ്രതിഷേധമാണ് അരങ്ങേറിയത്. കുംഭമേള വിഷയം ഉയർത്തിയായിരുന്നു പ്രതിപക്ഷ ബഹളം. തുടർന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. ഈ പ്രതിപക്ഷ ബഹളവും പ്രതിപക്ഷ പ്രതിഷേധവും ഇറങ്ങിപ്പോക്കും ഒരു സൂചനയാണ് എന്നാണ് പ്രതിപക്ഷം വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം മോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരണം തുടങ്ങിയത്. ലോകത്ത് അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയുടേതെന്ന് ധനമന്ത്രി വ്യക്തമാക്കി. ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് ലക്ഷ്യം. വികസനത്തിന് ഊന്നൽ നൽകും, വളർച്ച ത്വരിതപ്പെടുത്തും, സുരക്ഷിതമായ സമഗ്ര വികസനം, സ്വകാര്യ നിക്ഷേപം, ഇന്ത്യയിലെ വളർന്നുവരുന്ന മധ്യവർഗത്തിന്റെ ധനവിനിയോഗ ശേഷി വർദ്ധിപ്പിക്കുക എന്നീ 5 കാര്യങ്ങളാണ് പ്രധാന ലക്ഷ്യമെന്ന് ബജറ്റ് അവതരണത്തിൽ ധനകാര്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. എന്നാലും മധ്യവർഗത്തെ സന്തോഷിപ്പിക്കുന്ന നികുതി പ്രഖ്യാപനങ്ങളോടെയാണ് നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചത്. നികുതി ഘടനയിലെ മാറ്റമാണ് ബജറ്റിനെ ഇപ്പോൾ ഇത്തവണ ജനപ്രിയമാക്കി മാറ്റിയിരിക്കുന്നത്. പുതിയ ആദായ നികുതി ബിൽ അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കും. മധ്യവർഗത്തെ സന്തോഷിപ്പിക്കുന്ന നിരവധി പ്രഖ്യാപനങ്ങൾ നികുതിയുമായി ബന്ധപ്പെട്ട് ബജറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു. മൊബൈൽ ഫോണിനും ജീവൻ രക്ഷാ ഔഷധങ്ങൾക്കും വില കുറയുമെന്നത് സാധാരണക്കാരെ സംബന്ധിച്ച് സന്തോഷകരമാണ്. 36 ജീവൻ രക്ഷാ മരുന്നുകൾക്ക് കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കിയിട്ടുണ്ട്. ക്യാൻസർ രോഗികൾക്കുൾപ്പെടെ 7ഓളം ജീവൻ രക്ഷാ മരുന്നുകൾക്ക് വില കുറയും. ഇലക്ട്രിക് വാഹനങ്ങളുടെ വിലയിലും കുറവ് വരും. 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ഇനി ആദായ നികുതി അടയ്ക്കേണ്ട. പുതിയ നികുതി ഘടനയും ധനമന്ത്രി പ്രഖ്യാപിച്ചു. TDS-ഉം RECS-ഉം ഫയൽ ചെയ്യാനുള്ള കാലാവധി 4 വർഷമായി ഉയർത്തി. TDS-ഉം RECS-ഉം ഫയൽ ചെയ്യാതിരിക്കുന്നത് ഇനി മുതൽ ക്രിമിനൽ കുറ്റമായി കണക്കാക്കില്ലെന്നും ബഡ്ജറ്റ് പ്രസംഗത്തിൽ ധനകാര്യമന്ത്രി അറിയിച്ചു. എന്തായാലും ധനമന്ത്രിയുടെ ബജറ്റ് അവതരണം പ്രതിപക്ഷം ബഹിഷ്കരിക്കുന്ന സാഹചര്യം ഉണ്ടായെങ്കിലും ഈ നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുന്നതിനിടെയായിരുന്നു പ്രതിപക്ഷം ഇറങ്ങിപ്പോയത്. ഈ അവതരണത്തിനായി എഴുന്നേറ്റപ്പോൾ മുതൽ പ്രതിപക്ഷ ബഹളം ശക്തമായിരുന്നു. ശേഷമായിരുന്നു ഇറങ്ങിപ്പോക്ക്. കുംഭമേള വിഷയം ഉയർത്തിയായിരുന്നു പ്രതിപക്ഷം കനത്ത ബഹളം നടത്തിയത്. എന്തായാലും കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴിയുള്ള ലോൺ പരിധി ബജറ്റ് ഉയർത്തിയിട്ടുണ്ട്. 3 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമാക്കിയാണ് ഉയർത്തുക. പയർവർഗ്ഗങ്ങളുടെ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പ്രധാനമന്ത്രി ധന്യകൃഷി യോജന വിപുലമാക്കും. MSMEയുടെ ക്രെഡിറ്റ് ഗ്യാരണ്ടി പരിധി 5 കോടി രൂപയിൽ നിന്ന് 10 കോടി രൂപയായും സ്റ്റാർട്ടപ്പുകൾക്ക് 10 കോടി രൂപയിൽ നിന്ന് 20 കോടി രൂപയായും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നന്നായി പ്രവർത്തിക്കുന്ന കയറ്റുമതിക്കാരായ MSEMകൾക്കുള്ള ടേം ലോണുകൾ 20 കോടി രൂപയായും വർദ്ധിപ്പിച്ചു. ആദായ നികുതി പരിധി ഉയർത്തി ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ വമ്പൻ പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. വിള വൈവിധ്യവും കാർഷിക ഉൽപാദനവും കൂട്ടുക, മികച്ച സംഭരണ സംവിധാനം ഉറപ്പാക്കുക, ജലസേചന സംവിധാനം മെച്ചപ്പെടുത്തുക, ധനലഭ്യത ഉറപ്പാക്കുക എന്നിവയാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. 1.7 കോടി കർഷകർക്ക് പദ്ധതി സഹായകരമാകുമെന്നും ധനമന്ത്രി പറഞ്ഞു. പച്ചക്കറി പഴ ഉൽപാദനത്തിനും സംഭരണത്തിനും വിതരണത്തിനും പ്രത്യേക പദ്ധതി ഒരുക്കും. എല്ലാ ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളുകളും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും ഭാരത് നെറ്റിന്റെ പിന്തുണയോടെ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് ഉറപ്പാക്കും. സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്ഥാപിക്കും. ആരോഗ്യ, വിദ്യാഭ്യാസ, കാർഷിക, സുസ്ഥിര വികസിത മേഖലകളെ ഉൾപ്പെടെ ലക്ഷ്യമിട്ടായിരിക്കും ഇത്. അടൽ ഇന്നൊവേഷൻ മിഷന്റെ കീഴിൽ രാജ്യത്തെ സ്കൂളുകളിൽ അടൽ ടിങ്കറിംഗ് ലാബോറട്ടറീസ് സ്ഥാപിക്കും. കുട്ടികളുടെ ചിന്താശേഷി ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.